Hi everyone, welcome to Auto Madness. നമ്മളിന്ന് കിയയുടെ EV5 EV ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം നമ്മൾ കിയ EV5 ഒരു വാക്ക് അറൗണ്ട് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്ന് വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വണ്ടി നല്ലൊരു ബൾക്കി വണ്ടിയാണ്. നമ്മൾ കയറിയിരുന്ന് ഓടിക്കുമ്പോൾ തോന്നുന്ന പോലെ തന്നെയാണ് നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്ന് നിന്നുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ ഇത്രയും സൈസ് ഉണ്ട് വണ്ടിക്ക്. അതൊരു നല്ല ഫാക്ടറാണോയെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂറോപ്പിലെ വഴികളിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ചെറിയ വഴികൾ കൂടെയൊക്കെ നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് ഓടിച്ചപ്പോഴും കുറച്ച് ബൾക്കി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ, പിന്നെ കിയയുടെ ഒക്കെ വണ്ടികൾ എന്തായാലും ഡിസൈൻ വൈസ് കാണാൻ അടിപൊളി. എനിക്ക് ഡെഫിനറ്റ്ലി നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ബോണറ്റൊക്കെ നല്ല ബൾക്കി ആയിട്ട് സ്ട്രോങ് ലൈനൊക്കെ കൊടുത്ത് നല്ല മസിൽമാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ യൂഷ്വൽ LED DRLസും ബാക്കി ക്യാമറകൾ 360 ഡിഗ്രി ക്യാമറയുണ്ട്. അത്യാവശ്യം എല്ലാ സെൻസർ ടെക്നോളജി എല്ലാം വരുന്നുണ്ട്. ഇത് വരുന്നത് ഒരു 530 WLTP റേഞ്ച് പറയുന്ന വണ്ടിക്ക്. പക്ഷേ നമുക്കൊരു പ്രാക്ടിക്കൽ യൂസിൽ ഒരു 430 to 480 ഒക്കെ ആയിരിക്കും കിട്ടത്തുള്ളൂ. സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബൾക്കി ആയിട്ടുള്ളൊരു സൈഡ് മിററാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്ത ഒരു വണ്ടിക്ക് ഇത്രയും വലിയൊരു സൈഡ് മിറർ കണ്ടിട്ടില്ല. ഈ 19 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ഒരു വെറൈറ്റി അലോയാണ് EVകൾക്ക് വരുന്ന ഒരു സ്റ്റൈല്. പിന്നെ ഫ്ലഷ് ഹാൻഡിൽസ് ആണ് വരുന്നത്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ അത്ര ഫാനല്ല. ഒരു എർഗണോമിക് സൈഡ് നോക്കുമ്പോൾ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല ഈ ഫ്ലഷ് ഹാൻഡിൽസ്. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബൾക്കി SUV ലുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നാൽ പൊതുവെ വരുന്ന ഒരു സ്ലോപ്പി റൂഫൊക്കെ ആയിരിക്കും. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൈഡിലോട്ട് വന്നാലും അതേ ഡിസൈൻ ലാംഗ്വേജ് ആണ്. ബോക്സി ഒരു മസിൽമാൻ സ്റ്റൈലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു സ്പോയിലർ ബോഡിയോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. വേറെ കളറൊന്നുമല്ല, ബോഡി കളർ തന്നെ. വലിയൊരു ലെങ്തി ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബൾക്കി ആയിട്ടുള്ള ഡിക്കിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു AC ഇത് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ അപ്ലയൻസ് ചാർജ് ചെയ്യാൻ അങ്ങനെയൊക്കെ. പിന്നെ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയൊരു ത്രൂ ലോഡിങ്, പക്ഷേ ഈ സൈസിൽ നമുക്ക് എന്ത് ത്രൂ ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള പ്രാക്ടിക്കലി എനിക്ക് അറിയത്തില്ല. അത് വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് കുറച്ചും കൂടെ നല്ല ഡിക്കി സ്പേസ് വരുന്ന വണ്ടികളുണ്ട്. ഈ പറയുന്ന കിയയുടെ അല്ലാണ്ട് സ്കോഡ എനിയാക്ക് അല്ലെങ്കിൽ ID4 മോഡൽ Y, അതെല്ലാം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്ന വണ്ടികളാണ്. ഓൾമോസ്റ്റ് ഇതേ പ്രൈസ് റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക്കായിട്ട് തന്നെ ബൂട്ട് അടയ്ക്കാം. ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഉള്ള അത്രയും സ്പേസ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പുറമേ അധികം ബൾക്കി ആണെങ്കിലും അകത്ത് ഇപ്പോൾ 2 കിൻഡർ സീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം ഒരു അഡൽട്ടിനുള്ള സ്പേസ് വരുന്നില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഹിഡൻ സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാം, അതിങ്ങനെ കവർ ചെയ്ത് വെക്കാം. അതിങ്ങനെ ഉള്ളിലോട്ട് പോകും. AC വെൻ്റ് 2 കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഹാർമൻ കാർഡ്മൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ അഡൽസ് ഇരിക്കുമ്പോൾ ഇത് ഫ്ലോർ ബാറ്ററി ഉള്ളത് കൊണ്ട് കുറച്ച് കാല് പൊങ്ങി വരും. ഇവിടെ USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. 2 സീറ്റിലും ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ. പിന്നെ ലൈറ്റ് വരുന്ന ഈ സൈഡിലാണ് ലൈറ്റ് വരുന്നത്. നമ്മുടെയൊക്കെ വണ്ടിയിൽ നടുക്ക് വരുന്ന ഇത് സൈഡിലാണ് വരുന്നത്. സൺറൂഫ് വരുന്ന കാരണം സൈഡിലാണ് ലൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലേ ഔട്ട് വരുന്നത്. ഇത് 218 PS വരുന്ന ഒരു 81 kW ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 530 km ഒക്കെയാണ് ഇവർ പറയുന്ന റേഞ്ച്. ക്യാമറയിൽ നമുക്ക് 360 ഡിഗ്രി
വ്യൂ ഉണ്ട്. ഇപ്പം മേളിൽ നിന്നുള്ള നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ വ്യൂ. ഇവിടെയാണ് ഗിയർ ലിവർ വരുന്നത്. നമ്മൾ പതുക്കെ ടേൺ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഡ്രൈവ് മോഡിലോട്ടായി. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടെ ക്യാമറ ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ടിന് ഒരു ക്യാമറയും കൂടെ വരുന്നുണ്ട്. ഇട്ട് കഴിയുമ്പോൾ അവിടെ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. വേറെ ശബ്ദമൊന്നുമില്ല. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേക്കകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ എർത്ത് എന്ന് പറയുന്ന ട്രിമ്മാണ് വരുന്നത്. അതായത് ബേസ് മോഡലിൻ്റെ മുകളിൽ വരുന്നതാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ട്രിം ലെവലാണ്. വണ്ടി പുറമേ നിന്ന് കാണുന്നതിൽ കുറച്ചും കൂടെ ബൾക്കി ആയിട്ടാണ് നമ്മൾ അകത്ത് കയറിയിരുന്ന് ഓടിക്കുമ്പോൾ നമ്മൾ ഈ ബോണറ്റൊക്കെ നമുക്ക് ഇവിടെ നല്ല വലുപ്പത്തിൽ കാണുന്നുണ്ട്. കിയയുടെ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ ഒരു വലിയൊരു സ്ക്രീനാണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റും കൂടെ ഒറ്റ സ്ക്രീനായിട്ടാണ് വരുന്നത്. ഇവിടെ കുറച്ച് ടച്ച് ഷോർട്ട് കട്ട് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചറും ഫാനിനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു വോളിയം നോബ്. AC വെൻ്റൊക്കെ വളരെ ചെറിയ വെൻറ്റുകളാണ്. പിന്നെ താഴെ 2 USB പോർട്ട് വരുന്നുണ്ട്. ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആകും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി നല്ലൊരു ഓപ്ഷൻ. സസ്പെൻഷൻ സാധാരണ കിയയുടെ ഒക്കെ സോഫ്റ്റ് ആയി. ഇപ്പോൾ നമ്മൾ 1-2 അടുത്തൊക്കെ ചാടിയപ്പോൾ കുറച്ച് വിചാരിച്ചേക്കാളും ബമ്പ് അറിയുന്നുണ്ട് അല്ലേ? ഇലക്ട്രിക് ആയതുകൊണ്ട് നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് കയറും. കുറച്ച് വലിയൊരു വണ്ടി ഓടിക്കുന്ന ഫീലുണ്ട്. കുറച്ച് ബൾക്കിയാണ് ഞാൻ വിചാരിച്ചതിലും. നമ്മുടെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്പേസ് വേണം നമുക്ക് മാനുവർ ചെയ്യാമെന്ന് തോന്നും. മേ ബി നമ്മളത് യൂസ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതായത് ലൈൻ കീപ്പിങ്ങും എല്ലാം ഓൾമോസ്റ്റ് സെൽഫ് ഡ്രൈവിംഗ് പോലത്തെ മോഡ് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 400-450 ആയിരിക്കും കിട്ടുള്ളൂ. ഒരു നോർമൽ ഡ്രൈവിങ്ങിൽ ഒരു സമ്മർ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പോലത്തെ ക്ലൈമറ്റ് ഒക്കെയാണ്. വിന്ററിലോട്ടൊക്കെ പോകുമ്പോൾ 400 താഴെ പോകും എന്തായാലും. ഫാമിലീസിന് ഒരു സെക്കൻഡ് കാറായിട്ടാണെങ്കിലും ഓക്കെ ആയിരിക്കും. പക്ഷേ സിംഗിൾ കാറായിട്ട് വരുമ്പോൾ വിന്റർ സീസണിലൊക്കെ ഒരു 300 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട്, പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ ലോങ് ട്രിപ്പൊക്കെ നമുക്ക് പോകല് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല കുറച്ച് പേഷ്യൻസ് ഉള്ള ആൾക്കാർക്കാണ് പൊതുവെ സിംഗിൾ കാറായിട്ട് EV എടുക്കാൻ നല്ലത്. കാരണം പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും ചാർജ് ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. നമ്മളൊരു 700 കിലോമീറ്റർ വൺ സൈഡുള്ള ലോങ് ട്രിപ്പ് ഡ്രൈവ് പോവുകയാണെങ്കിൽ പലതവണ ചാർജ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഫുൾ ചാർജ് ഉപയോഗിക്കുമല്ലോ. ഇൻ പ്രാക്ടിക്കലി നമ്മളൊരു 10-80 കിലോമീറ്ററൊക്കെ മിച്ചമുള്ള സമയമാകുമ്പോഴേക്കും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് അഡാപ്റ്റീവായിട്ടുള്ള കപ്പ് ഹോൾഡർ ഉണ്ട്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അത് 2 എണ്ണം. പിന്നെ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടച്ച് ഫിംഗർ പ്രിൻറ്റ് പോലത്തെ. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സീറ്റെല്ലാം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. ഇതൊരു ടച്ച് സെൻസിറ്റീവ് ഇതാണ്. പിന്നെ നേരത്തെ കാണിച്ച പോലെ ഓട്ടോ ഹോൾഡ്, 360 ഡിഗ്രി ക്യാമറ, ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൽ വരുന്ന യൂഷ്വൽ കൺട്രോൾസ് ഒക്കെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സും, റൈറ്റ് സൈഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും, മ്യൂസിക്, ഓഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഹീറ്റിങ്, സീറ്റ് ഹീറ്റിങ് അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. നല്ല രസമുള്ള AC വെൻ്റ് ഡിസൈനൊക്കെ സൈഡിലൊക്കെ വരുന്നത്. പിന്നെ യൂഷ്വൽ ഡോർ ട്രിമൊക്കെ അത്യാവശ്യം കണ്ട് ശീലിക്കുന്നത് കൺട്രോളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആകെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഇത്രയും വിലയുള്ള വണ്ടിയിൽ മേളിൽ ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക്കാണ്, സ്ക്രാച്ചി ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 45 മുതൽ 60,000 വരെ വിലയുള്ള വണ്ടിയാണ്. അപ്പോൾ അത്രയും വിലയ്ക്ക് ഇവിടെ ഈ ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. പക്ഷേ വിഷ്വലി കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. ഇത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഓപ്പൺ ചെയ്യാവുന്ന ഒരു പനോരമിക് സൺറൂഫാണ് വരുന്നത്. അത്
നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലൈൻഡും കൂടെ വരുന്നുണ്ട്. ബ്ലൈൻഡും കൂടെ വന്നു കഴിയുമ്പോൾ സമ്മറിലൊക്കെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻസുലേറ്റഡ് ആയി, നോർമൽ വണ്ടി പോലെ തന്നെയായി. പിന്നെ മേളിൽ ഒരു ആഷ് കളർ, ഡാർക്ക് ആഷ് ആണ് വരുന്നത്, പ്യുവർ ബ്ലാക്ക് അല്ല. ഇത് കുറച്ചും കൂടെ ഒരു ഐവറി കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു എയറി ഫീൽ കിട്ടിയാണ് നമുക്ക്. നമുക്കിനി എന്നാൽ പുറത്തെ വ്യൂസ് ഒന്ന് നോക്കാം. ഇപ്പം വൈഫ് കണ്ടപ്പോഴും പറഞ്ഞു ഇത് നല്ല ബൾക്കി ആണെന്ന് പറഞ്ഞു. അപ്പം ലേഡീസിനൊന്നും അത്ര പറ്റിയ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ നമ്മൾ ടൗൺ ഏരിയകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള സ്ട്രാസകളും, സ്ട്രാസ എന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകൾ. 360 ഡിഗ്രി ക്യാമറ ഇതിനൊരു ആർഭാടമല്ല, ഇതിന് വേണം. കാരണം ഇത് ഭയങ്കര ബൾക്കി വണ്ടി ആയതുകൊണ്ട് ഇത് കൊണ്ടു നടക്കണമെങ്കിൽ 360 ഡിഗ്രി ക്യാമറയൊക്കെ വേണം. നമ്മുടെ മാപ്പിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കാണാം. അത് ഒരു ഹെൽപ്ഫുൾ സാധനമാണ്. പിന്നെ ഇലക്ട്രിക് ആയതിൻ്റെ സൗണ്ടൊന്നുമില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം 73% ബാറ്ററി കാണിക്കണേ. അതിൽ റേഞ്ച് പറയണത് 330. അത്യാവശ്യം കുലുക്കൊക്കെ അറിയാട്ടോ. അങ്ങനെ മറ്റേ സിട്രോൺകാർ പറയണ പോലെ മജിക് പരവതാനിയൊന്നും അല്ല സസ്പെൻഷൻ. എന്നാൽ ആ ഒരു നമ്മൾ ഐസ് വണ്ടി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കിൽ കയറുമ്പോൾ ഉള്ള ആ സൈലൻസ് അതൊരു വ്യത്യാസം തന്നെയാണ്. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. അറിയാലോ കിയയുടെ ഹുണ്ടായുടെ വണ്ടികളൊക്കെ എല്ലാം ഓടിക്കുന്ന കാര്യത്തിൽ വളരെ കംഫർട്ട് ഓറിയന്റഡ് ആണല്ലോ ഇവരുടെ. നമുക്ക് നിർത്തിയെടുക്കുമ്പോൾ ആക്സിലറേറ്റ് സ്പോർട്ട് മോഡിൽ ഇട്ട് നോക്കാം. അതുകൊണ്ട് മോഡുകൾ പല മോഡുണ്ട്, എക്കോ, നോർമൽ, സ്പോർട്ട്. നമുക്ക് മൈ ഡ്രൈവേഴ്സ്, നോയ്, എക്കോ, നോർമൽ, സ്പോർട്ട്. സ്പോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ഗ്രീൻ വരുമ്പോൾ ഒന്ന് കാല് കൊടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ലോഞ്ചും ഇലക്ട്രിക്കൽ വണ്ടിയുടെ ലോഞ്ച് എന്നറിയാം. ഇത് 0 to 100 ഒക്കെ പറയുന്നത് ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ നമ്മളെ വലിച്ചോണ്ട് പോകുന്നൊന്നുമില്ല. ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആക്സലറേഷൻ ആണ്. ഞാനിപ്പോ ഫുൾ ത്രോട്ടിലാണ് കൊടുത്തത്. എന്നാലും ഒരു ഫാമിലി കാർ എന്നുള്ളൊരു അത്ര സ്പോർട്ടി ഡ്രൈവിംഗ് ഒന്നും അല്ല. ഇലക്ട്രിക് ആണെങ്കിലും ആക്സലറേഷൻ ഒക്കെ അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗ്രാജുവൽ ആക്സലറേഷൻ ആണ്. മെയിനായിട്ടും റേഞ്ച് കിട്ടുക എന്നുള്ളത്. ഇതിന്റെ തന്നെ GT ലൈനിലോട്ടോ അല്ലെങ്കിൽ 300 PS മേളിലുള്ള 305 PS GT വേർഷൻ ഉണ്ട്. അതിലേക്കോട്ടൊക്കെ പോകുമ്പോൾ ക്വിക്ക് ആക്സലറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു ഒച്ചയില്ല, ഇങ്ങനെ ഒരു ഒഴുകി പോകുന്ന ഫീലാണ്. അതാണ് മെയിനായിട്ടും നമ്മള് പെട്രോൾ വണ്ടി സ്ഥിരം ഉപയോഗിച്ച് ശീലിച്ചവർക്ക് തോന്നുന്ന മെയിൻ ഒരു കാര്യം. പിന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഓവർടേക്ക് ആക്സലറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ആയതുകൊണ്ട് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് എനിക്ക് പറഞ്ഞാൽ ഒരു 3 ടൺ ഒക്കെയാണ് ഇതിന്റെ 3 ടൺ ന്യൂട്ടൺ കണ്ടാണ് ഇതിന്റെ ടോർക്ക് വരുന്നതെന്ന് തോന്നുന്നു. ഇനീഷ്യൽ ടോർക്ക് നല്ലതാണ്. ഓടിച്ച ഒരു ശീലമായി കഴിയുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് വീട്ടിൽ ഓൺ ചാർജിങ് ഉള്ളവരോ അല്ലെങ്കിൽ ഓഫീസിൽ ചാർജ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉള്ളവരൊക്കെ ആയിരിക്കും ഇതിലോട്ട് പോകുന്നത് നല്ലത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്തെ ചാർജിങ്ങിൽ നമുക്ക് ഇലക്ട്രിക്കും അത്ര. നിനക്ക് എന്താ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തോന്നണേ ഒരു ബൈ പാസഞ്ചർ രീതിയിൽ നമ്മുടെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അല്ല, യാത്രാ സുഖത്തെ പറ്റിയാണ് സ്പീഡ് കൂടുമ്പോഴൊക്കെ അത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീഡ് എടുക്കുമ്പോഴെല്ലാം പുറകോട്ടൊരു വലിവ് വരുന്നുണ്ട് കൂടുതൽ. നമ്മുടെ വണ്ടിയിൽ അത്രയും സ്പീഡിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ.
അതായത് നമ്മുടെ വണ്ടിയാണ് കംഫർട്ടബിൾ എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ല? എനിക്കതാ തോന്നിയത്. എന്നോട് പുറകോട്ട് നമ്മളെ കുറെ വലിക്കുന്നുണ്ട്. അത് ക്വിക്ക് ആക്സലറേഷനെ പറ്റിയാണ് ഇവള് പറയുന്നത്. അതായത് നമ്മള് കാല് കൊടുക്കുമ്പോ പെട്ടെന്നുള്ള ആക്സലറേഷൻ ആയിട്ട് പുറകോട്ട് ഒരു വലി വരുമല്ലോ. പുള്ളിക്കാരിക്ക് അതൊരു കംഫർട്ട് കുറവ് പോലെ തോന്നിയ പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നത് കൊണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും അബ്രപ്റ്റ് അല്ല, കുറച്ചും കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനോർത്ത് നമ്മൾ കാല് കൊടുക്കണമെങ്കിൽ പറന്നങ്ങ് പോകും, നമ്മൾ തലയൊന്നും പോയി പുറകോട്ട് അടിക്കുന്ന രീതിയിലുള്ള ആക്സലറേഷൻ ഇല്ല. കേറ്റിലിനെ അതാ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വണ്ടി യാത്ര ചെയ്യാനാണോ ഇതിൽ യാത്ര ചെയ്യണാണോ? ഇതാ നല്ലത്, കാരണം ഇത് നമ്മുടെ വണ്ടിനെക്കാളും സ്പീഡും. എനിക്ക് സ്പീഡ് ഒത്തിരി നല്ല ഇഷ്ടം. യാത്ര ചെയ്യാൻ സുഖം ഏതാ സുഖം? ഇത് കാരണം ഈ സ്പീഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്പീഡാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട, പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നത്. ആ പെട്ടെന്ന് സ്പീഡ് എടുക്കുമ്പോൾ ക്രിസ്ത്യൻ ചിരിക്കണാണ് ഭയങ്കര. സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് നമ്മുടെ ഫോക്സ്വാഗന്റെ ID4ഉം സ്കോഡ എൻയാക്ക് അല്ലെങ്കിൽ ടെസ്ല മോഡൽ Y അങ്ങനെയുള്ള വണ്ടികളൊക്കെ. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കാർ SUV ഒക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ റേഞ്ച് 400 കിലോമീറ്റർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അത് സമ്മറിൽ. വിന്റർ ആണെങ്കിൽ ഒരു 300-330 ഒക്കെ കണക്കാക്കിയാൽ മതിയായിരിക്കും. ആ ഒരു റേഞ്ച് മതിയെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിന് പലർക്കും ഇതിന്റെ 150 കിലോവാട്ടാണ് DC ചാർജ് നമുക്ക് മാക്സിമം കിട്ടുന്നുള്ളത്. അതിലും നല്ല 230 വരെയൊക്കെ ചാർജ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് ടെസ്ല ഉൾപ്പെടെയുള്ള. അപ്പൊ ഇതിന്റെ ചാർജിങ് സ്പീഡ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് വരും. പിന്നെ പറയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് വൈസ് എല്ലാം ഓക്കെയാണ്. എല്ലാ ഫീച്ചേഴ്സും ഈ എർത്തിൽ തന്നെ ഉണ്ടാവും. GT ലൈനിലോട്ട് പോകണമെന്നില്ല. V9 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലുപ്പമായി പോകും. നമുക്ക് എന്താ പറയാ, ഈ നമ്മുടെ ജർമ്മൻ റോഡുകൾക്ക് ശ്വാസകൾക്കും പറ്റുന്നേക്കാളും വലുപ്പമാണ് ഈ V9. EV5 ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു SUV, നല്ല ഹൈറ്റ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് സീറ്റൊക്കെ. അതുകൊണ്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് ഒക്കെ കൂട്ടി വെക്കാം, സീറ്റ് ഹൈറ്റിംഗ് ഒക്കെ. പിന്നെ 8 കൊല്ലം ആണ് വാറണ്ടി, അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഇതിന്റെ ഒരു ചാർജിങ്, നമ്മളൊരു ഫ്രണ്ടും ഒക്കെ ആയിട്ട് മോഡൽ Y ഉള്ള ഫ്രണ്ടുമായിട്ട് ലോങ് ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ അവര് എപ്പോഴും ഓട്ടോപാനിൽ നിന്ന് എക്സിറ്റ് എടുത്ത് ചാർജ് ചെയ്യാൻ പോകും. പിന്നെ ഹൈ സ്പീഡിൽ നമ്മളുമായിട്ട് എത്താൻ നോക്കും. എന്നാലും നമ്മളൊരു 10-15 മിനിറ്റ്സ് എപ്പോഴും നമ്മുടെ സ്റ്റോപ്പുകളിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. പല പ്രാവശ്യം അവര് ഓട്ടോപാൻ എക്സിറ്റ് എടുത്ത് ചാർജ് ചെയ്യാം, 10 മിനിറ്റ് ചാർജ് ചെയ്യും, ഹൈ സ്പീഡ് ചാർജ് ചെയ്യും, എന്നിട്ട് വീണ്ടും. അപ്പൊ അങ്ങനെയാണ് ഇത് അവര് മാനേജ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിൽ ക്ഷമയും പ്ലാനിങ്ങും ഒക്കെ ഉള്ളവർക്കാണ് ഞാൻ ഇപ്പത്തെ ഒരു രീതിയിൽ ഇത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഇലക്ട്രിക് വണ്ടികളിലൊക്കെ ഒത്തിരി അധികം ട്രിമ്മുകൾ വരുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഇവർക്ക് ബാറ്ററികളിൽ അത്രയും വേരിയൻസ് ഇല്ല. 81 കിലോവാട്ട് അവർ തന്നെയാണ്. അതിൽ തന്നെ ഫീച്ചർ വൈസ് ആണ് ഈ എർത്ത്, GT ലൈൻ, പിന്നെ GT ആ ഒരു രീതിയിലുള്ള വേരിയൻസ് വരുന്നത്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ എർത്ത് വേരിയന്റ് തന്നെയാണ്. കാരണം അത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എന്നാ റേഞ്ചും ഉണ്ട്. 400 മാക്സിമം 450 ഒക്കെയാണ് റേഞ്ച് ഉണ്ടെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് കേട്ടോ. ഇപ്പൊ 70% 300 കിലോമീറ്റർ ആണ് റേഞ്ച് കാണിക്കണേ. മാക്സിമം പറയുന്നത് 410, മിനിമം പറയുന്നത് 172. ഏത് വേസ്റ്റ് കേസ് പോയാലും വെസ്റ്റ് കേസും ബെസ്റ്റ് കേസ് റേഞ്ചും കൂടെ അവർ എന്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. മോഡൽ Y ഇതും കൂടെ നോക്കുമ്പോ എനിക്ക് കുറച്ചുകൂടെ ഇതാണ് മൊത്തത്തിൽ നമുക്ക് അകത്തിരിക്കുമ്പോൾ ഉള്ള ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റേതൊരു MT സ്പേസിൽ 2 ചെയർ ഇട്ട ഒരു സ്ക്രീനും 2 ചെയർ അത്രേ ഉള്ളൂ. എനിക്ക് അതൊരു മൊത്തത്തിലൊരു ഡള്ള് ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. വൈഫിന്റെ ഫീഡ്ബാക്ക് സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് സീറ്റിൽ അങ്ങനെ കംഫർട്ട് പ്രശ്നമൊന്നും തോന്നിയില്ല. ഇരിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഓരോ ആൾക്കാരുടെയും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് നല്ല സോഫ്റ്റ് സീറ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് സ്റ്റഡി ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം.